ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ ഒരു മൂവി എല്ലാ പുരുഷന്മാരും സ്ത്രീകളും മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലൊരു അനുഭവത്തിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നായികയായ ആർദ്രയുടെ ജനനവും അവൾ പിന്നീട് ഋതുമതിയാകുന്നതും റോയി എന്നൊരു ക്രിസ്ത്യാനി പയ്യനെ പ്രണയിക്കുന്നതും വീട്ടുകാരെല്ലാം എതിർത്തുകൊണ്ട് അവർ വിവാഹം കഴിക്കുന്നതുമാണ് കാണിക്കുന്നത്. റോയിയുടെ സഹോദരന്റെ മകളായിരുന്നു ആമി. കണ്ട മാത്രയിൽ തന്നെ ആമിയുമായിട്ട് ആർദ്ര വലിയ കൂട്ടായി. അതിനിടെ റോയിയുടെ സഹോദരനും വൈഫിനും ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും അവർ മരണപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് ആമിയുടെ അമ്മയായി ആർദ്രയായിരുന്നു അവളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇതെല്ലാം ഒരു കാർട്ടൂൺ രൂപത്തിൽ കാണിച്ച ശേഷം ആർദ്രയുടെ ഇളയ മകനായ അബിക്ക് അവരെ നോക്കുന്ന ആയമ്മ കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അവരുടെ ഗ്രാമത്തിലെ കുറുവാക്കാവിലുള്ള വയലിലാകട്ടെ വരുത്തുപോക്കുണ്ട്. രാത്രിയിൽ ആ വയലിലൂടെ ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാരെ പിന്നിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വിളിക്കും. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അത് വന്ന് അയാളെ ആക്രമിക്കും. മനുഷ്യന്റേതല്ലാത്ത ഒരു വ്യത്യസ്ത ഗന്ധമായിരിക്കും ആ വയലിലെല്ലാം അപ്പോൾ പടർന്നിരിക്കുന്നത്. സീൻ ഇവിടുന്ന് കട്ടായിട്ട് ആമിയാണ് കാണിക്കുന്നത്. അവളൊരു സയന്റിസ്റ്റ് ആയിരുന്നു. നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ബഹിരാകാശത്തുള്ള ഒരു വ്യത്യസ്തമായ നക്ഷത്രം പൊട്ടാൻ പോവുകയാണെന്നാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ആ നക്ഷത്രം തിരുവാതിരയായിരുന്നു. അതെന്റെ അമ്മയുടെ ബർത്ത് സ്റ്റാർ ആണെന്നാണ് ആമി പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മുടെ നായകനായ റോയെ കാണിക്കുന്നുണ്ട്. അയാളൊരു ബിസിനസ്സുകാരനായിരുന്നു. മീറ്റിംഗിന്റെ ഇടയ്ക്ക് അയാളെ വൈഫ് ആർദ്ര വിളിക്കുന്നുണ്ടെങ്കിലും അയാൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഓഫീസിലെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം റോയി വീട്ടിലേക്ക് പോകുന്നു. സാമ്പത്തികമായി നല്ലൊരു നിലയിലാണ് ആർദ്രയും റോയിയും അവരുടെ 4 മക്കളും ജീവിക്കുന്നത്. ആമിയെ കൂടാതെ അവർക്ക് സ്വന്തമായിട്ട് 3 മക്കളുണ്ടായിരുന്നു. 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും. അതിൽ ഏറ്റവും ഇളയവനാണ് അബി. ഇവരെ എല്ലാം നോക്കുന്നത് ആർദ്രയെ പണ്ട് നോക്കിയിരുന്ന ആയമ്മ തന്നെയായിരുന്നു. റോയി വീട്ടിലെത്തി കഴിയുമ്പോഴാകട്ടെ ആർദ്ര അയാളോട് ചൂടാകുന്നു. നേരത്തെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിന്റെ പേരിൽ. മീറ്റിംഗിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോലും അവൾക്ക് ആ ദേഷ്യം മാറുന്നുണ്ടായിരുന്നില്ല. ഒരുമാതിരി പ്രേതം കയറിയ പോലെ നിൽപ്പായിരുന്നു അവള്. കുറച്ച് ദിവസങ്ങളായിട്ട് ആർദ്ര ഇങ്ങനെ തന്നെയാണ്. കുട്ടികൾ ഇരിക്കുന്നു എന്നൊന്നും നോക്കാതെ അവള് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അവരെപ്പോഴും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ഹാപ്പി ആയിട്ടുള്ള ടൈമിൽ പോലും ആർദ്ര മാത്രം എപ്പോഴും വിഷമിച്ച് മൂകയായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന സമയത്ത് കുട്ടികൾ എന്തെങ്കിലും ചോദിച്ചാൽ പോലും അവൾ ഒന്നും തന്നെ മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. ആർദ്ര പെട്ടെന്ന് റോയിയോട് പറയുന്നു, ഞാൻ ഇന്നലെ കുറുവാക്കാവ് സ്വപ്നം കണ്ടു. എനിക്ക് അവിടം വരെ പോകണം. അത് ഞാനും കാണാറുണ്ട്. നമുക്ക് വെക്കേഷന് പോകാമെന്നാണ് റോയി പറയുന്നത്. ദേഷ്യത്തിൽ ആർദ്ര അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. കുറുവാക്കാവ് സ്വപ്നം കാണുന്നത് അത്ര നല്ലതല്ല എന്നാണ് ആയമ്മ പറയുന്നത്. ആർദ്ര ഒരു ടീച്ചറായിരുന്നു. അവൾ കോളേജിലാകട്ടെ എല്ലാവരോടും വലിയ ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. നിസാര കാര്യങ്ങൾക്ക് പോലും അവൾക്ക് വലിയ രീതിയിൽ ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. അവളുടെ ഫ്രണ്ട് അവളോട് കാര്യം അന്വേഷിക്കുന്നെങ്കിലും തനിക്ക് അറിയില്ല എന്നാണ് അവൾ പറയുന്നത്. എന്നിട്ട് എന്റെ മുഖത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കൂട്ടുകാരിയോട് അവൾ ചോദിക്കുന്നു. എന്ത് കുഴപ്പം? നീ നല്ല സുന്ദരിയാണെന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോഴാണ് ആർദ്രയ്ക്ക് കുറച്ച് സന്തോഷം തോന്നുന്നത്. എന്നിട്ട് നേരത്തെ ചൂടായ അവിടുത്തെ സെർവന്റിനോട് അവൾ സോറിയും പറയുന്നു. എന്റെ ചെയറിൽ ചെന്നിരിക്കുമ്പോഴും ആർദ്ര വളരെയധികം അസ്വസ്ഥയായിരുന്നു. താൻ ഇന്ന് ലീവാക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോകുന്നു. അതിനിടെ ആമി അവളെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഫോൺ എടുത്താൽ തന്നെ അവൾ അധികം ഒന്നും സംസാരിക്കില്ലായിരുന്നു. ഇത് കാരണം ആമിയും വളരെ വിഷമത്തിലായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ആർദ്ര അവളോട് നന്നായിട്ട് സംസാരിക്കാറില്ല. അന്ന് വീട്ടിലെത്തിയ ആർദ്രയാകട്ടെ കിച്ചണിൽ നിൽക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് ആയമ്മയും പേടിച്ചുപോയി. മുടിയൊക്കെ അഴിച്ചിട്ട് പ്രേതത്തെ പോലായിരുന്നു അവളുടെ നിൽപ്പ്. ആയമ്മയെ കണ്ടതും അവൾ പെട്ടെന്ന് അവിടെ നിന്ന് നടന്നു പോകുന്നു. കുറച്ചു കഴിയുമ്പോൾ ഒരു കത്രികയുടെ സൗണ്ട് കേട്ടിട്ടാണ് ആയമ്മ അവിടേക്ക് വന്ന് നോക്കുന്നത്. അവൾ അവളുടെ നീളമുള്ള മുടികളെല്ലാം വെറുതെ കട്ട് ചെയ്ത് കളയുകയായിരുന്നു. ഇത് കണ്ട് ആയമ്മ അവളെ വന്ന് തടയുന്നു. ആർദ്രയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ആയമ്മ സെക്യൂരിറ്റിയോടും പറയുന്നുണ്ട്. എന്നാൽ അതൊക്കെ നിന്റെ തോന്നലായിരിക്കും എന്നാണ് അയാൾ പറയുന്നത്. പക്ഷെ പിന്നീട് അയാൾ ശ്രദ്ധിച്ചപ്പോൾ അവർ പറഞ്ഞതിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് അയാൾക്കും തോന്നി. കാരണം ആർദ്ര ബാൽക്കണിയിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിരുന്നു. ഒന്ന് ചലിക്കുക പോലും ചെയ്യുന്നില്ല. ഒരേ നിൽപ്പ് തന്നെയാണ് കുറച്ച് മണിക്കൂറുകളായിട്ട് നിൽക്കുന്നത്. അന്ന് രാത്രി എല്ലാരും കൂടെ ഒരുമിച്ചിരിക്കുന്ന സമയത്തും ആർദ്ര ഒരുപാട് മധുരം കഴിക്കുകയായിരുന്നു. അവളങ്ങനെ മധുരം കഴിക്കുന്നിട്ട് റോയ് പറയുന്നുണ്ട്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് കഴിച്ചാൽ ഷുഗർ പിടിക്കുമെന്ന്. ഞാനല്ലേ കഴിക്കുന്നത്, അതിനിപ്പോ എന്താന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തിൽ അതിരുന്ന് കഴിക്കാൻ തുടങ്ങി. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 17 വർഷമായിട്ട് ആദ്യമായിട്ടാണ് നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് റോയ് പറയുന്നുണ്ട്. അവൾ ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. അയാൾ അവളെ കെട്ടിപ്പിടിച്ച് എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുമ്പോഴും അവൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ടെറസിലുണ്ടായിരുന്ന കുട്ടികളാകട്ടെ ടെലിസ്കോപ്പ് വഴി നക്ഷത്രത്തെ നോക്കുകയായിരുന്നു. ആമി അവരുടെ കൂടെ വീഡിയോ കോളിലുണ്ടായിരുന്നു. ആർദ്രയ്ക്ക് നേരെ ഫോൺ നീട്ടിയെങ്കിലും അവൾ അത് വാങ്ങിക്കാതെ അവിടെ നിന്ന് മാറി. അതിനിടെ ആമി കുട്ടികളോട് പറയുന്നുണ്ട്, നിങ്ങളിപ്പോ കാണുന്നത് അമ്മയുടെ നക്ഷത്രമായ തിരുവാതിരയാണെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് പൊട്ടിത്തെറിച്ചു. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പോ ഇത് കാണാൻ പറ്റുന്നത്. ഇത് കേട്ടതും ആർദ്രയുടെ ഉള്ളിൽ വല്ലാത്തൊരു പേടി വരാൻ തുടങ്ങിയിരുന്നു. അവളുടെ മുഖമൊക്കെ ആകെ വല്ലാതെയായി മാറി. റൂമിൽ തിരിച്ചെത്തിയ അവളാകട്ടെ ആകെ ദേഷ്യത്തിലായിരുന്നു. ആമി റോയിയെ വിളിച്ചപ്പോ ഫോൺ അവളുടെ കൊടുത്തെങ്കിലും അവൾ അത് വാങ്ങിക്കാൻ കൂട്ടാക്കിയില്ല. നീ എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് റോയി അവളോട് ചൂടാകുന്നു. ആമിയും ആകെ വിഷമത്തിലായിരുന്നു. അമ്മയുമായിട്ട് അവൾ സ്പെൻഡ് ചെയ്ത നല്ല ടൈമിനെ കുറിച്ചെല്ലാം അവൾ ആലോചിക്കുന്നുണ്ട്. ആ പഴയ അമ്മയെ തനിക്കിനി തിരിച്ചു കിട്ടില്ല എന്ന് അവൾക്ക് പേടി തോന്നുന്നു. അതിനിടെ ആർദ്രയുടെ മകൾ പ്രാർത്ഥനയുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം നടക്കുകയായിരുന്നു. ആ മാജിക് ഷോയ്ക്കിടയ്ക്ക് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പയ്യനെ സ്റ്റേജിലേക്ക് വിളിക്കുകയും കുറെ മാജിക് ഒക്കെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊന്നും ആർദ്രയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പ്രോഗ്രാം കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ പേരിൽ ആർദ്ര പോയി പ്രാർത്ഥനയോട് വഴക്കുണ്ടാക്കുന്നു. ആ സമയത്താണ്
ആ പയ്യൻ ആർദ്രയ്ക്ക് ഒരു റോസാപ്പൂ കൊടുക്കാൻ വരുന്നത്. ദേഷ്യം വന്ന ആർദ്ര ആ പൂവെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ആ പയ്യനെ അടിക്കുന്നു. അവളുടെ ഈ മാറ്റങ്ങളെല്ലാം തന്നെ പല രീതിയിലും കുട്ടികൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. അബിയും അത് റോയിയോട് പറയുന്നുണ്ട്. ചില നേരത്ത് പെരുമാറുന്നതും നോക്കുന്നതും കണ്ടാൽ പേടിയാകുമെന്ന്. ആർദ്ര മണിക്കൂറുകളോളം ടെറസിൽ നിന്ന കാര്യം സെക്യൂരിറ്റി ക്യാമറയിലൂടെ കാണിച്ചതോടുകൂടി റോയിക്കും എന്തൊക്കെയോ ഡൗട്ടുകൾ തോന്നാൻ തുടങ്ങി. അവൾ ആഗ്രഹിച്ച പോലെ അവർ പിറ്റേന്ന് കുറുവാ കാവിലേക്ക് പോകാൻ തയ്യാറാകുന്നു. ആ കാവിനെ പറ്റി ഒരുപാട് പേടിപ്പിക്കുന്ന കഥകൾ ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ആയമ്മ പലതും അബിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് റോയി അവരെ വഴക്ക് പറയുകയും ചെയ്യുന്നു. ആർദ്രയുടെ തറവാട് എപ്പോഴും ആഘോഷങ്ങൾ നിറഞ്ഞതായിരുന്നു. അവളുടെ മുത്തശ്ശി ഉൾപ്പെടെ ഒരുപാട് സ്ത്രീകൾ ആ തറവാട്ടിലുണ്ടായിരുന്നു. അവിടുത്തെ ആഘോഷങ്ങളിലെല്ലാം തന്നെ അവരെല്ലാം പങ്കുചേരുന്നു. അക്കൂട്ടത്തിലേക്ക് ആമിയും കൂടി വരുന്നുണ്ട്. ആർദ്രയുടെ ആ സ്വഭാവത്തിലുള്ള മാറ്റം അവിടെ പലരും ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. അവൾ പഴയ പോലെ അത്രയധികം സന്തോഷവതിയല്ല. റോയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം അവൾ നല്ല രീതിയിൽ ഒരുങ്ങാൻ തുടങ്ങി. ആമിയോടും അവൾ സംസാരിക്കാൻ തുടങ്ങി. അവളുടെ ആ മാറ്റങ്ങൾ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. പതിയെ റോയിയോടും അവൾ പഴയ പോലെ സംസാരിക്കുന്നുണ്ട്. അവന്റെ അടുത്ത് വന്ന് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ സുന്ദരിയാണോ എന്ന്. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് റോയി ചിരിക്കുകയാണ് ചെയ്യുന്നത്. റോയിക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണോ എന്ന് അവൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നു. പതിവില്ലാതെ ഇവൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കാരണം റോയിക്ക് തന്നെ എന്തോ ഒരു വല്ലായിക തോന്നുന്നു. അവനത് അവളുടെ മുത്തശ്ശിയോടും പറയുന്നുണ്ട്. ആർദ്രയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന്. അവിടെയുള്ളവരൊക്കെ വിചാരിക്കുന്നത് ആർദ്രയ്ക്ക് എന്തോ ബാധ കയറിയതാണെന്നാണ്. ബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ മുത്തശ്ശിയാകട്ടെ അവിടെ കുറെ പൂജകൾ നടത്താൻ തീരുമാനിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവളിങ്ങനെ തനിയെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ എല്ലാവരും വിചാരിക്കുന്നു ഇത് ബാധ തന്നെയാണെന്ന്. അന്ന് രാത്രിയാകട്ടെ റോയി ഫോൺ ചെയ്തുകൊണ്ട് ജനാൽക്കൽ നിൽക്കുകയായിരുന്നു. അവൻ ഫോൺ കട്ട് ചെയ്തപ്പോഴാണ് ആർദ്ര അവിടേക്ക് വരുന്നത്. എന്നാൽ ആർദ്ര തെറ്റിദ്ധരിക്കുന്നു. റോയി ജനാൽക്കലോടെ പുറത്തുള്ള സ്ത്രീകളെ നോക്കുകയാണെന്നാണ് അവൾ വിചാരിക്കുന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവം മാറിയില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവനോട് ഒരുപാട് ചൂടാകുന്നു. ആർദ്രയുടെ ഈ വക സംസാരമെല്ലാം കേട്ടപ്പോൾ റോയിക്ക് ദേഷ്യം വരുന്നു. അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ആമിയോട് പറയുന്നുണ്ട് 2 ദിവസത്തേക്ക് കുട്ടികളെ നോക്കിക്കൊള്ളണമെന്ന്. പിറ്റേന്നാകട്ടെ അവളുടെ മുത്തശ്ശി പൂജയ്ക്കുള്ള ആരംഭങ്ങൾ തുടങ്ങിയിരുന്നു. രാത്രിയിൽ മന്ത്രക്കളം ഒരുക്കി അതിൽ ആർദ്ര എഴുത്തുന്നു. ഒരു പൂജാരി വന്നിട്ട് അവളുടെ ശരീരത്തിൽ നിന്നും ബാധയെ ഒഴിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ട് അവര് ദേവിയായിട്ട് ആദരിക്കുന്ന അവിടുത്തെ തലമൂത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവര് വന്ന് ആർദ്രയെ ആ മന്ത്രക്കളത്തിൽ നിന്ന് വലിച്ചു പുറത്തിറക്കുന്നു. അവൾക്കൊരു ബാധയും പ്രശ്നങ്ങളും ഇല്ല എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ എല്ലാവരും ആവശ്യമില്ലാതെയാണ് ഈ പൂജ നടത്തുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആർദ്രയെ അവിടെ നിന്നും രക്ഷിച്ചുകൊണ്ട് പോവുകയാണ് അവർ. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് റോയി വീട്ടിലേക്ക് ഓടി വരുന്നുണ്ട്. കുട്ടികളോട് പറയുന്നുണ്ട് പെട്ടെന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാൻ. ആർദ്രയും കൂട്ടി അവർ ആ തറവാട്ടിൽ നിന്നും പെട്ടെന്ന് തന്നെ തിരിച്ച് തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിക്കഴിഞ്ഞ അടുത്ത ദിവസമാകട്ടെ അമ്മ വാതിലടിച്ചിരിക്കുകയാണ് എന്ന് അബി വന്ന് ആമിയോട് പറയുന്നു. എന്തോ പ്രശ്നമുണ്ടെന്നും പറയുന്നു. ആമി ഓടിച്ചെന്ന് നോക്കുമ്പോ ആയമ്മയും ആർദ്രയും റൂമിനുള്ളിലാണ്. ആമിയെ മാത്രം അവർ അകത്തേക്ക് കടത്തുന്നു. ആമി വന്ന് ആർദ്രയുടെ അടുത്തേക്ക് നോക്കുകയും തറയിലേക്ക് നോക്കി ഒന്ന് പേടിക്കുകയും ചെയ്യുന്നുണ്ട്. സംഭവറിഞ്ഞ് പെട്ടെന്ന് റോയും അവിടെ ഓടിയെത്തുന്നു. എന്താ കാര്യമെന്ന് അബിയോട് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മുകളിൽ നിന്നും രക്തം ഒഴുകി അബിയുടെ മുഖത്തേക്ക് വീഴുന്നുണ്ട്. മുകളിലെല്ലാം തന്നെ രക്തത്തിന്റെ കാൽപ്പാടുകളായിരുന്നു. പേടിച്ചുപോയ റോയി ഓടി ചെല്ലുന്നു മുകളിലേക്ക്. പിന്നീട് കാണിക്കുന്നത് ആർദ്രയെ ഹോസ്പിറ്റലാക്കിയിരിക്കുന്നതാണ്. ഡോക്ടർ ഡെറിക്കാണ് അവളെ ചികിത്സിക്കുന്നത്. അയാൾ റോയിയോട് അവളുടെ പ്രശ്നം എന്താണെന്ന് തുറന്നു പറയുന്നു. റോയും വിചാരിച്ചിരുന്നത് ഇവൾക്ക് എന്തൊക്കെയോ ബാധ കയറിയതാണെന്നാണ്. എന്നാൽ അവളുടെ യഥാർത്ഥ പ്രശ്നം എയർലി മെനോപസ് ആയിരുന്നു. സാധാരണ സ്ത്രീകൾക്ക് 50 വയസ്സാകുമ്പോൾ അവരുടെ ആർത്തവം നിൽക്കും. എന്നാൽ ആർദ്രയുടെ കാര്യത്തിൽ ഇത് കുറച്ച് നേരത്തെ സംഭവിച്ചിരിക്കുന്നു. അതുമൂലം ഉണ്ടായ പ്രശ്നമാണ് ഇതെല്ലാം തന്നെ. റോയിക്ക് ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര വ്യക്തമായിട്ട് മനസ്സിലായില്ല. അത് കാരണം അയാൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു പ്രശ്നം അവൾക്ക് നേരത്തെ വന്ന കാരണം അളവിൽ കൂടുതൽ മൂഡ് സിങ്സ് അവൾക്കുണ്ടാകാൻ തുടങ്ങി. അമിതമായ ദേഷ്യമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ചില സമയത്ത് അമിതമായ വിഷമവും. ചില സമയത്ത് ശരീര താപനില വല്ലാതെ ഉയരുകയും അത് കാരണം വസ്ത്രങ്ങൾ വലിച്ചെറിയാൻ തോന്നുകയും ചെയ്യും. രാത്രിയിൽ ശരീരോഷ്മാവ് കൂടിയിട്ട് അവർക്ക് ഉറക്കം തന്നെ നഷ്ടപ്പെടും. താൻ സുന്ദരിയാണോ, തന്നെ ഭർത്താവ് പഴയ പോലെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഓരോരോ ചിന്തകൾ അവരുടെ മനസ്സിൽ വരാൻ തുടങ്ങും. ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി കാരണം ബാത്റൂമിൽ തന്നെ ഒരുപാട് സമയം ചെലവഴിക്കും. ചില ദിവസങ്ങളിൽ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത അമിതമായ രക്തസ്രാവമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അന്ന് ആമി റൂമിൽ ചെന്നപ്പോൾ കണ്ടത് അവളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന രക്തമായിരുന്നു. അവൾ ഇപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു അവസ്ഥ അവൾ പതിയെ ഓവർകം ചെയ്യുമെന്ന് ഡോക്ടർ പറയുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അവളുടെ കൂടെ ഉണ്ടായാൽ മതി. അവളുടെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ റോയി അവളോട് ഒരുപാട് സോറി പറയുന്നുണ്ട്. ഞാൻ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് തിരക്കായിട്ടിരുന്നപ്പോൾ ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കാൻ വിട്ടുപോയെന്നും അയാൾ പറയുന്നു. ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഫാമിലിയുടെ സപ്പോർട്ടോടുകൂടി അവൾ ഓവർകം ചെയ്ത് പതിയെ പതിയെ ആർദ്ര ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ശരിക്കും നമുക്ക് ചുറ്റുമുള്ള പല സ്ത്രീകളും ഇതുപോലൊരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. അവരെന്താണ് അനുഭവിക്കുന്നതെന്ന് അവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.